everyone, welcome back to another video. അപ്പോൾ ഇന്ന് മോഡൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സാമിൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിന്ന് സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെത് മലയാളമാണ് കേട്ടോ. അപ്പം മലയാളം എക്സാം സത്യം പറഞ്ഞാൽ നല്ല ഈസി ആയിരുന്നു. അത്യാവശ്യം രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. സമയത്തിന് മുമ്പ് തന്നെ എഴുതി തീർക്കാൻ പറ്റി. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞ രീതിയിൽ തന്നെ എഴുതുക. ഓൾമോസ്റ്റ് എല്ലാം നല്ല ഈസി ആയിട്ടുള്ള ഇത്തവണ വന്ന മാച്ച് ദ ഫോളോയിങ് ഒക്കെ ജസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ സമ്മറി അറിയാവുന്നവർക്ക് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത്ര ഭയങ്കര ഇൻഡയറക്റ്റ് ബേസ് ഒന്നും വന്നിട്ടില്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ എനിക്ക് ഡൗട്ട് വന്നത് ഫസ്റ്റ് സെക്ഷനാണ്, ആ 2 മാർക്കിൻ്റെ എടുത്തെഴുതാനുള്ള സെക്ഷൻ. അത് കുറച്ച് ട്രിക്കി ആയിട്ട് ഫീലായി. കാര്യം ആ ഇരുട്ടിലെ മനുഷ്യനെന്ന കവിതയിൽ കവി ആരോടാണ് സംവദിക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യനൊക്കെ കറക്റ്റ് ആൻസർ എനിക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതൊരു ഡൗട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ 22 ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് നോക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ ഞാൻ കുറേ നേരം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏതാ എഴുതേണ്ടത്. എനിക്ക് ഓരോന്നും വായിക്കുമ്പോഴും അത് അതിൻ്റെ ഉത്തരമാണെന്ന് ഫീൽ ആകുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. മറ്റേ മുഹീദ്ദീൻ മാലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അത് കറക്റ്റായിട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ബാക്കി 3 ചോദ്യങ്ങളും അറിയാവുന്നതായതുകൊണ്ട് കുഴപ്പമില്ല, മാനേജ് ആയിപ്പോയി. അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു കേട്ടോ. മലയാളം അങ്ങനെ പ്രത്യേകിച്ച് പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന എക്സാം ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷിൽ ഫസ്റ്റത്തെ ആ ക്വസ്റ്റ്യനിൽ അത് ഏതാ ബുക്ക് എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മാറുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഗ്രാമർ സെക്ഷനിൽ 11ാമത്തെ റിപ്പോർട്ട് സ്പീച്ച് എഡിറ്റ് എറേഴ്സും എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അത് ആൻസർ കീ നോക്കിയാലേ മനസ്സിലാവുള്ളായിരിക്കും. പിന്നെ ട്രാവൽ എസ്സേ ട്രാവൽ എസ്സേ നോർമലി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രകൃതിയായിട്ടുള്ള റിലേറ്റ് ചെയ്ത സ്ഥലമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ലാസ്റ്റ് എക്സാമിന് ഞാൻ 3 എഴുതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആൻസർ പേപ്പറിൽ ഞാൻ എഴുതിയത് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് കാശ്മീർ വന്നപ്പോഴത്തേക്കും ഞാൻ അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി കാശ്മീരായിട്ട് എഴുതി. പക്ഷെ എന്നാലും എഴുതാൻ പറ്റിയായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഹിൻസൊക്കെ തന്നിക്കുന്നുണ്ട്. അത് വെച്ചും പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വിഷ്വൽസൊക്കെ വെച്ചിട്ട് തന്നെ ഒന്ന് എഴുതി നോക്കി. പിന്നെ ഉള്ളത് ഞാൻ നോർമലി ഈ ലാസ്റ്റ് തരുന്ന അപ്രീസിയേഷൻ, ആ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാം. പക്ഷേ ഇത്തവണ തന്നെ പോയം സത്യം പറഞ്ഞ് എനിക്ക് വായിച്ചിട്ട് അതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് ആണ് എഴുതിയത്. അതും അത്യാവശ്യം നോക്കിയായിട്ട് തന്നെ എഴുതാൻ പറ്റി. ഇംഗ്ലീഷിന് സത്യം പറഞ്ഞാൽ ഭയങ്കര ടൈം ബൗണ്ട് ആയിരുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് സ്റ്റാപ്ലർ അടിച്ചപ്പോൾ കറക്റ്റ് എൻ്റെ റോൾ നമ്പർ വിളിച്ചു. ആ ഒരു രീതിയിലായിരുന്നു. ലാസ്റ്റ് കുറച്ച് റഷായിരുന്നു, എന്നാലും കംപ്ലീറ്റ് വിചാരിച്ചെല്ലാം എഴുതി തീർക്കാൻ പറ്റി. അപ്പം അത്യാവശ്യം നല്ല ഈസി തന്നെയായിരുന്നു.